കഴിഞ്ഞ ദിവസേ വിഴിഞ്ഞത്ത് ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച ഫാമിലിയിലെ 2 പേര് മരിച്ചു എന്ന് പറഞ്ഞ ന്യൂസ്, അതിന് കിട്ടേണ്ടതായിട്ടുള്ളൊരു ഇമ്പോർട്ടൻസ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതിൽ എനിക്കൊരു സംശയമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ കോണ്ടന്റ് ചെയ്യുന്നത്. അസ്മാക് സീ ഫുഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോട്ടലാണ്. ഓക്കെ, അതിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഞാനിവിടെ വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച ഫാമിലിയിലെ 2 പേരാണ് ഈ മരണം സംഭവിച്ച ആളുകൾ. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നമ്മുടെ ന്യൂസ് ചാനലുകൾ ഇവർ കാര്യങ്ങളൊക്കെ മറന്നുപോയതാണോ അതോ ഇനിയിപ്പോൾ ഇത് ഡിസ്കസ് ചെയ്യാതെ മുക്കിക്കളഞ്ഞാണോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഇതിലിപ്പോൾ മീൻ കഴിച്ച കാരണം അല്ലെങ്കിൽ മീനിൽ നിന്ന് വന്ന എന്തെങ്കിലും തരത്തിലുള്ള പോയ്സണാണ് ഇവർക്ക് കിട്ടിയത് ദേഹത്ത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇവർ ഓൾറെഡി അലർജിക് ആയിട്ടുള്ള പേഷ്യൻസ് എന്നൊക്കെ പല കാര്യങ്ങളും ക്ലെയിം ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് എവിടെയോ ഒരു ഡൗട്ടുണ്ട്. കാരണം കഴിഞ്ഞ വർഷമാണ് 2 മേജർ ഇൻസിഡൻസ് നമ്മുടെ കോസ്റ്റൽ ഏരിയയിൽ നടന്നത്. ഒന്ന് ലൈബീരിയൻ ഫ്ലാഗ്ഡ് കണ്ടെയ്നറായിട്ടുള്ള MSC എൽസ 3 മുങ്ങിയത് മെയ് 25, 2025 നിയർ കൊച്ചി. ആൻഡ് ഷോർട്ട്ലി ആഫ്റ്റർ സിംഗപ്പൂർ ഫ്ലാഗ്ഡ് MV വോങ്ഹായ് 503 അത് ജൂൺ 2025 എന്തായി, അത് തീ പിടിച്ച ഒരു ഇൻസിഡൻറ്റ് കൂടി ഉണ്ടായി. ഇത് രണ്ടും കേരള തീരത്തിനോട് വളരെ അടുത്താണ്. അന്ന് ഇതിലുണ്ടായിരുന്ന കണ്ടെയ്നേഴ്സ് വെള്ളത്തിൽ ഒഴുകി നടന്നിട്ടുണ്ടായിരുന്നു. അതൊരുപാട് സ്ഥലങ്ങളിൽ വന്ന് അടിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് എന്തൊക്കെയാണ് ഈ കണ്ടെയ്നേഴ്സിനകത്ത് ഷിപ്മെൻറ്റ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ്, അതിൻ്റെ കുറേ കാര്യങ്ങൾ നമുക്കിപ്പോഴും അവൈലബിൾ അല്ല, അല്ലെങ്കിൽ നമ്മളെ ഒന്നും അറിയിച്ചില്ല. ഒരു പാനിക് സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മേ ബി ചെയ്തതായിരിക്കണം. ബട്ട് സ്റ്റിൽ നമ്മുടെ മറൈൻ എക്കോസിസ്റ്റത്തിന് ഇത് ഏത് രീതിയിൽ ഹാംഫുള്ളായി ബാധിക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഡിബേറ്റൊക്കെ ആ ടൈമിൽ നടന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഓൾമോസ്റ്റ് 1 ഇയർ അടുപ്പിച്ചാവാനായി. ഓക്കെ, 1 വർഷം ആവാനായി. ഈ ടൈം ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ മീൻ വിഭവങ്ങൾ കഴിച്ച് 2 പേര് മരിക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് എവിടെയോ ഇതിലൊരു കൈൻഡ് ഓഫ് കോംപ്ലിക്കേഷൻ തോന്നുന്നുണ്ട്. അതിനിപ്പോൾ എൻ്റെ ഒരു മൈൻഡിൽ മാത്രം തോന്നിയ കാര്യമാണോ എന്ന് എനിക്കറിയില്ല. എന്നാണെങ്കിൽ ഞാനത് ആദ്യമേ ഇവിടെ പറഞ്ഞു വയ്ക്കുന്നു. ഇത് ടേക്കപ്പ് ചെയ്യാൻ പറ്റുന്നവർ, എന്നേക്കാൾ കൂടുതൽ നോളജ് ഈ കാര്യത്തിലുള്ളവർ വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടാം, അല്ലെങ്കിൽ ന്യൂസ് ചാനൽസിന് അത് ടേക്കപ്പ് ചെയ്യാം. എന്താണെങ്കിലും ഈ കാര്യത്തിലേക്ക് ഒന്ന് നോക്കിയാൽ നന്നായിരിക്കും എന്നുള്ളൊരു തോന്നൽ കൊണ്ട് ഞാൻ ആദ്യമേ പറയുന്നത്. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ വിഷയങ്ങളിലൂടെ ഒന്ന് പോയി നോക്കാം. ആദ്യം ഞാൻ ആ ന്യൂസ് ഇവിടെ പ്ലേ ചെയ്യാം. ഇന്നലെ രാത്രി 11 മണിയോടെയാണ് നിലമേലിൽ നിന്നുള്ള 6 പേരടങ്ങുന്ന സംഘം വിഴിഞ്ഞത്തെത്തിയത്. അസ്മാക് ഹോട്ടലിൽ നിന്ന് മീൻ വിഭവങ്ങൾ അടക്കം കഴിച്ചു. 1 മണിയോടെ തിരികെ മടങ്ങി. വരും വഴി 65-കാരി റഷീദ ബീവിക്കും മരുമകൻ ഷാജിക്കും ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. ഷാജിയുടെ ഭാര്യ സജിമോൾക്കും അസ്വസ്ഥത നേരിട്ടു. ആശുപത്രിയിൽ ചികിത്സ തേടിയെങ്കിലും റഷീദ ബീവിയും ഷാജിയും മരിച്ചു. 2 കുട്ടികൾക്കും ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് കണ്ണനും പ്രശ്നങ്ങളില്ല. മീൻ മുട്ട മേടിച്ച്, അപ്പം മേടിച്ച്, പൊറോട്ട മേടിച്ച്. നമുക്കൊന്നും പ്രശ്നമില്ല. അമ്മ വരുമ്പോൾ നെഞ്ചു വേദന എന്ന് പറഞ്ഞ് നാക്ക് കിടന്ന് തളർന്ന്, പിന്നെ വെള്ളം ചോദിച്ച്, വെള്ളം അപ്പം കടയില്ലായിരുന്നു. കുറേ നേരം വന്നപ്പോൾ കട്ടൻ ചായ മേടിച്ചു കൊടുത്ത്, പിന്നെ അവിടെ നിന്ന് മട്ട പുള്ളിക്കാരൻ സർപ്പിച്ച് അങ്ങനെ നിലമേൽ വണ്ടി നമ്മൾ ആക്കിയതാണ്. അലർജിയാണോ ഭക്ഷണത്തിലെ പ്രശ്നമാണോ എന്ന് സംശയമുണ്ട്. റഷീദ ബീവിക്ക് മറ്റാരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഭക്ഷ്യസുരക്ഷാ വിഭാഗം അന്വേഷണം ആരംഭിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കമുള്ള ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളും വരണം, എങ്കിലേ മരണകാരണം വ്യക്തമാകൂ. മത്സ്യം കഴിച്ചതാണ് എന്നുള്ളതാണ് വാർത്തയിൽ കണ്ടത്. അങ്ങനെയാണെങ്കിൽ മത്സ്യം കഴിച്ച മറ്റുള്ളവർക്കുണ്ടോ, അങ്ങനെയുള്ള ബാക്കി വിശദാംശങ്ങളൊക്കെ എടുക്കണമല്ലോ. അപ്പോൾ ഈ ഘട്ടത്തിൽ എന്താണ് എന്നുള്ളത് വകുപ്പിന് സ്ഥിരീകരണം ഇല്ല. അപ്പോൾ അതിൻ്റെ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണത് പറയാനായിട്ട് കഴിയുക. എന്തായാലും അവിടെ രാവിലെ തന്നെ ഓഫീസേഴ്സ് എത്തി അതിൻ്റെ പ്രവർത്തനങ്ങൾ, നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. സംഭവത്തിന് പിന്നാലെ വിഴിഞ്ഞത്തെ ഹോട്ടൽ പോലീസ് അടപ്പിച്ചു. ഉച്ചയ്ക്ക് ശേഷം തുറന്നു പ്രവർത്തിക്കുന്ന ഹോട്ടൽ പുലർച്ചെ വരെ ഉണ്ടാകും. ഇന്നലെയും 500ഓളം പേർ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെന്ന് ഹോട്ടൽ ഉടമ പറയുന്നു. മറ്റാർക്കും പ്രശ്നങ്ങളുള്ളതായി വിവരമില്ല. ചടയമംഗലം പോലീസും മൊഴിയടക്കം ശേഖരിച്ച് അന്വേഷണം നടത്തുന്നുണ്ട്. ഇതിപ്പോൾ മിനിഞ്ഞാന്നാണ് ഈ ഇൻസിഡന്റ് ഉണ്ടായത്. വിഴിഞ്ഞം ഭാഗത്തൊക്കെ പോയവർക്ക് അറിയാം, ഇഷ്ടം പോലെ സീ ഫുഡ് ഹോട്ടൽസ്. അവിടുത്തെ മെയിൻ അട്രാക്ഷൻ അത് തന്നെയാണ്. അതിൽ തന്നെ ചിലതിന് ലൈസൻസ് ഉണ്ട്, ചിലതിന് ലൈസൻസ് ഇല്ല. ഇപ്പോൾ ഇന്ന് തന്നെ പുറത്ത് വരുന്നുണ്ട് ഈ ഒരു പെർട്ടിക്കുലർ റെസ്റ്റോറൻറ്റ് ലൈസൻസ് ഇല്ലാതെയാണ് അവിടെ പ്രവർത്തിച്ചത് എന്നുള്ളത്. ഞാൻ ആലോചിച്ചത് കോർപ്പറേഷൻ എങ്ങനെ, ഇതിന് മുമ്പുണ്ടായിരുന്ന കോർപ്പറേഷൻ, അപ്പോൾ കോർപ്പറേഷൻ മാറിയല്ലോ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ, ഇതിന് മുമ്പുണ്ടായിരുന്ന കോർപ്പറേഷൻ എങ്ങനെയാണ് ഇതിന് ഇവർക്ക് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കാനുള്ള
ഒരു ഫെസിലിറ്റി ഒരുക്കി കൊടുത്തേ, അപ്പോൾ ആരെങ്കിലുമൊക്കെ കൈക്കൂലി മേടിച്ചിട്ട് ഇത് കണ്ണടച്ച് വിട്ടതാണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. എൻ്റെ അറിവിൽ എനിക്ക് തോന്നുന്നത് അവിടെ 10-24 ഹോട്ടൽസ് എങ്ങനെയുണ്ട് ചെറുതും വലുതുമായിട്ട്. അതിൽ തന്നെ ഇപ്പോൾ എങ്ങനെ ചുരുങ്ങിയത് ഒരു 10-15 എണ്ണത്തിനെങ്കിലും പേപ്പേഴ്സും കാര്യങ്ങളൊന്നും ഇല്ലാതെയാണ് നടന്നു പോകണമെന്ന് പറയുന്നുണ്ട്. ഇതിനകത്ത് കുറേ കൺഫ്യൂഷനോ അല്ലെങ്കിൽ നമുക്ക് ക്ലാരിറ്റിയോ ഇല്ലാത്ത കുറേ എലമെൻറ്റ്സ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം, മീൻ അപ്പം ഫ്രഷായിട്ട് കിട്ടുന്നത്. ഇപ്പോൾ വിഴിഞ്ഞത്താണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആരും വിചാരിക്കേണ്ടത് അതൊക്കെ ഫ്രഷായിരിക്കും, അപ്പം കിട്ടുന്നതായിരിക്കും. ചിലപ്പോൾ അത് കിട്ടാത്ത സാഹചര്യങ്ങളുള്ള സമയത്ത് പുറത്തുനിന്നൊക്കെ മീൻ അങ്ങോട്ട് കൊണ്ടുവരാം. പിന്നെ ഇതൊക്കെ സ്റ്റോർ ചെയ്യുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്നോ, അല്ലെങ്കിൽ ഇത് സ്റ്റോർ ചെയ്ത് വെച്ച് ഇവരിത് എപ്പോൾ യൂസ് ചെയ്യുന്നു എന്നുള്ളത് അടുത്തൊരു ചോദ്യം. ആൻഡ് ഇതിൽ വേറെ വലിയ കാര്യം, ഈ മരിച്ച 2 വ്യക്തികൾ കഴിച്ചിട്ടുള്ളത് കൂടുതലായിട്ട് മീൻമുട്ട, ഈ കക്ക, കൂന്തൽ, അങ്ങനെ ഷെൽഡായിട്ടുള്ള അങ്ങനത്തെ സാധനങ്ങളാണ് കഴിച്ചിട്ടുള്ളത്. അത് കുറച്ചധികം വിഷയമാണ്, കോംപ്ലിക്കേറ്റഡ് ആണ് ഈ സാധനങ്ങൾ. ഇപ്പം നോർമലി ഉള്ള മീനുകളിൽ നിന്നും കുറച്ചും കൂടി പോയ്സണസ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഇത്. ആൻഡ് ഇത് പ്രോപ്പറായിട്ട് അതിൻ്റെ കീപ്പ് ചെയ്യേണ്ട ടെമ്പറേച്ചറിൽ അല്ലെങ്കിൽ നന്നായി റെഫ്രിജറേറ്റ് ചെയ്ത് കീപ്പ് ചെയ്തില്ലെങ്കിൽ പണി തരാൻ സാധ്യതയുള്ള, നല്ല വൃത്തിയാക്കിയില്ലെങ്കിൽ അടക്കം പണി കിട്ടാൻ സാധ്യതയുള്ള സാധനങ്ങളാണിത്. എസ്പെഷ്യലി മീൻമുട്ട നമ്മൾ അത്ര ലൈറ്റായിട്ട് എടുക്കേണ്ട ഒരു ഐറ്റം അല്ല. ഇപ്പം ഞാൻ മീനിനോട് ഭയങ്കര അലർജി ഉള്ള ഒരാളാണ്. ഞാൻ ഈ സമക് മകളി, നമ്മളെ മലപ്പുറത്ത് ഏറ്റവും കൂടുതൽ ഞാൻ കഴിക്കാറ് സമക് മകളിയാണ്. അതൊക്കെ കഴിക്കുമ്പോൾ ചില സമയത്ത് ചില മീനുകളുണ്ടല്ലോ, ഇനിയിപ്പോൾ ഞാൻ റെഗുലറായിട്ട് കഴിക്കുന്ന മീനാണെങ്കിൽ പോലും, ഞാൻ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒരു പെർട്ടിക്കുലർ മീനാണെങ്കിൽ പോലും എനിക്ക് ചൊറിയും. അപ്പം ഞാൻ ട്യൂണയാണ് കൂടുതലായിട്ട് കഴിക്കുക. എനിക്ക് പറ്റുന്ന മീൻ. അല്ലാത്ത കുറേ മീനുകൾ എനിക്ക് ഭയങ്കരമായിട്ട് ചൊറിയും. ട്യൂണ എനിക്ക് വലിയ പ്രശ്നമില്ല. എന്നാൽ പോലും ട്യൂണയാണെങ്കിലും ഒരു പെർട്ടിക്കുലർ ടൈമിൽ ട്യൂണ എനിക്ക് ചൊറിയാറുണ്ട്. ഞാനത് വായിൽ വെച്ച സ്പോട്ടിന് ചുണ്ട് ചൊറിയോ അല്ലെങ്കിൽ വായ ചൊറിയോ അപ്പയും ഒഴിവാക്കും, പിന്നെ ഞാൻ കഴിക്കില്ല. പേടിയാണ്. കാരണം ഭയങ്കര സീനാണ്. ഞാൻ ഒരു വട്ടം നന്നായി അനുഭവിച്ചിട്ടുണ്ട്. ചൊറിഞ്ഞാലും ഇരുന്ന് കഴിച്ചു വാശിക്ക്, എന്നിട്ട് കണ്ണും മുഖമൊക്കെ ചൊറിഞ്ഞ് ഞാൻ ഒരു വിധമായിരുന്നു. അപ്പോൾ അലർജി ഭയങ്കര സീനാണ്. അപ്പോൾ അലർജി ഉള്ള ആളുകൾ മാക്സിമം മീൻ എന്ത് ചെയ്യുക, അവർക്ക് അലർജിയാണ് ആ ഒരു പെർട്ടിക്കുലർ ഫിഷ്, അപ്പം കഴിച്ച ഫിഷ് ചെറുതായിട്ടെങ്കിലും കഴിച്ചിട്ട് അലർജി ആയിട്ട് തോന്നി പിന്നെ അത് കഴിക്കാതിരിക്കുക. ഓക്കെ. പിന്നെ ഇതിൽ പറയുന്ന കാര്യം, ആ ഹോട്ടലിൽ അന്ന് 500 പേര് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിലിപ്പോൾ മീനിൻ്റെ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അതിൽ കുറേ പേർക്ക് കിട്ടണ്ടേ എന്നുള്ളതാണ്. അതിൽ മീൻമുട്ട എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു ബാച്ച് ഓഫ് മീൻമുട്ടയോ അല്ലെങ്കിൽ ആ ഒരു ബാച്ച് ഓഫ് കക്കയോ കൂന്തളോ പേര് കഴിച്ചതിലാണ് പ്രശ്നം എന്നുണ്ടെങ്കിലോ അങ്ങനെയാവാമല്ലോ. അതിനുള്ള സാധ്യതയുണ്ട്. എന്താണെങ്കിലും ഇതിൻ്റെ ബാക്കി റിപ്പോർട്ടുകൾ വരണം. ഇതിൽ ഇവരുടെ ബന്ധു പറഞ്ഞൊരു കാര്യമുണ്ട്. കഴിച്ചത് കൊഞ്ച്, കണവാത്തോരൻ, മീൻമുട്ട. അത് കഴിഞ്ഞ് വന്ന വഴി ഒരു ഛർദിലും കാര്യങ്ങളൊക്കെ ആയി. മീൻമുട്ടയും കണവ, കൊഞ്ച്, ഇതാണ് ഇവർ കഴിച്ചിട്ടുള്ളത്. ഓക്കെ. ഈ 2 ഐറ്റവും കുറച്ച് വിഷയമുള്ള സാധനങ്ങളാണ്. ഈ 2 ഐറ്റം കഴിച്ചാലും ഏത് വഴിക്കും നമുക്ക് പണി കിട്ടാം. ഇത് വൃത്തിയാക്കുന്ന രീതി ശരിയല്ലെങ്കിൽ, ഇത് വൃത്തിയാക്കുന്ന കൈകൾ ശരിയല്ല എന്നുണ്ട്. ഇത് വൃത്തിയാക്കുന്നതിനൊരു രീതിയുണ്ട്. ഓക്കെ. ആ വൃത്തിയാക്കുന്ന രീതിയിൽ ഈ സാധനങ്ങൾ കറക്റ്റ് വൃത്തിയാക്കിയില്ലെങ്കിൽ പണി തരുന്ന ഐറ്റങ്ങളാണ്. പിന്നെ ഇത് വൃത്തിയാക്കുന്ന ആളുകൾക്ക് കയ്യിനും ഒക്കെ ഒരു വൃത്തി വേണം. പിന്നെ ഇത് കീപ്പ് ചെയ്യുന്ന കോൾഡ് സ്റ്റോറേജസ് കൃത്യമായിരിക്കണം. റൂം ടെമ്പറേച്ചറിൽ എടുത്തതിന് ശേഷം അത് എത്ര ടൈം കൊണ്ട് യൂസ് ചെയ്യും എന്നുള്ളതിന് ഒരു കുറേ പാരാമീറ്റേഴ്സ് ഉണ്ട്. പിന്നെ ഇതിൽ ഉപയോഗിക്കുന്ന എണ്ണ, മസാല, ഈ മസാല തന്നെ ഒരു വിഷയമാണ്. ചില മീനുകൾക്കും സാധനങ്ങൾക്കൊന്നും റോങ് മസാല അടിച്ച് കയറ്റിയാൽ തന്നെ അത് പണി തരും. അപ്പോൾ ഉണ്ടാക്കുന്ന രീതി മുതൽ ഇത് കീപ്പ് ചെയ്യുന്ന രീതി മുതൽ ഇത് കൊണ്ടുവരുന്ന വഴി എല്ലാം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്. അങ്ങനെ ചെയ്യുന്ന ഒരു സ്ഥലം, അല്ലെങ്കിൽ മനുഷ്യന്മാർ ഭക്ഷണം കഴിക്കുന്ന ഒരു സ്ഥലത്ത് അവിടെ കൃത്യമായിട്ട് ലൈസൻസ് പോലും ഇല്ല, ഫുഡ് ആൻഡ് സേഫ്റ്റി വന്ന് നോക്കുന്നില്ല എന്നുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര സങ്കടകരമായിട്ടുള്ള കാര്യമല്ലേ. ഇപ്പോൾ നമ്മൾ ഇത്രയും ടാക്സും കൊടുത്ത് ഈ നാട്ടിൽ നമ്മളെ സേഫ്റ്റിക്ക് നമുക്ക് ഫെസിലിറ്റീസ് സർക്കാരുകൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഇവിടുത്തെ ആകെ വിഷയം എന്താ പറയുക, ഫുഡ് ആൻഡ് സേഫ്റ്റി ഓഫീസേഴ്സായിട്ട് ആകെ 152 പേരേ ഉള്ളൂ എന്നാണ് എനിക്കൊരു കമൻറ്റ് മനസ്സിലാക്കാൻ കഴിഞ്ഞ. ഒരു വ്യക്തി കമൻ്റ് ഇട്ടതായിരുന്നു. മതിയായ രീതിയിൽ ഉദ്യോഗസ്ഥരെ നിയമിച്ചിട്ടില്ല, പരിശോധിക്കാൻ ആളുകളില്ല. അങ്ങനെ ആ ഡിപ്പാർട്ട്മെൻറ്റ് അത്ര അലസമായിട്ട് വിടാൻ പാടും. ഇനിയിപ്പോൾ ഇത് ഉണ്ടായ 2 ദിവസം എന്താണെങ്കിലും നടന്നിറങ്ങി ഇവിടെ പരിശോധനയും പരിപാടികളും പൂട്ടിക്കലും ഒക്കെ നടക്കുന്നുണ്ടാവും. എല്ലായിടത്തെയും ഫ്രിഡ്ജ് കയറി ചെക്ക് ചെയ്യലും എല്ലാ പരിപാടിയും ഉണ്ടാവും. 2 ദിവസം കഴിഞ്ഞാൽ ജസ്റ്റ് കഴിഞ്ഞു. ആ 2 മരണം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് പോയി. ഇതിപ്പോൾ ഇന്നേ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നാന്ന് നടന്ന് ഇന്നലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തു, പിന്നെ അത് വിട്ട് കളഞ്ഞു എല്ലാവരും. കാരണം ഇന്നിപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരണം, അല്ലെങ്കിൽ ഇതിൻ്റെ പാത്തോളജി റിപ്പോർട്ട് വരണം, അങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ ന്യൂസൊന്നും കാണാതെ. അപ്പോഴാണ് എനിക്ക് കപ്പൽ മുങ്ങിയൊരു സീൻ ഉണ്ടായിരുന്നല്ലോ. ഇവർ കഴിച്ചത് മീൻമുട്ടിയും ഈ പറഞ്ഞ പോലെ കൊഞ്ചും കക്കയൊക്കെയാണ്. ഇതിലൊക്കെയാണ് ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ കൂടുതൽ വിഷാംശം കയറാനും വിഷയങ്ങൾ വരാനും ചാൻസസ് ഉള്ളത്.
അപ്പം ഇനി അതിലെന്തെങ്കിലും വരുമെന്നുള്ള നമ്മളൊരു തോന്നലുകൊണ്ടാണ് ഞാൻ സത്യത്തിൽ ഈ വീഡിയോ ചെയ്തിട്ടത്. ഇനി വരും ദിവസങ്ങളിൽ ഇതേപോലെ വേറെ കുറേ സ്ഥലങ്ങളിൽ ഇതേപോലെ എന്തെങ്കിലും വിഷയം പറ്റിക്കഴിഞ്ഞാൽ, ഇത് ഇപ്പോഴേ തടയാൻ പറ്റിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിലൊരു അവയർനെസ് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ, ഒരു ടെസ്റ്റോ കാര്യങ്ങളോ ത്രൂ ഔട്ട് നമ്മളുടെ മറൈൻ ഡെപ്തിൽ നടത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് വലിയൊരു പ്രശ്നം വരുന്നതോ അല്ലെങ്കിൽ ആളുകളെ മോശമായി ബാധിക്കുന്ന, ശാരീരികമായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് തടയാൻ പറ്റുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ആ രീതിക്ക് ചിന്തിച്ചിട്ടത്. ഇനി ഇതിലൊരു ഡോക്ടർ സംസാരിക്കുന്നത് കേട്ടോ. ഒന്ന് നമ്മൾ അതിനെ സ്കോംബ്രോയിഡ് പോയ്സണിംഗ് എന്ന് പറയും. സ്കോംബ്രോയിഡ് പോയ്സണിംഗ് എന്ന് പറഞ്ഞാൽ ഇതാണ്, നമ്മുടെ മീനിനകത്ത് ഒരു അമിനോ ആസിഡ് ഉണ്ട്, ഹിസ്റ്റഡിൻ. അപ്പം നമ്മൾ ഈ ടെമ്പറേച്ചർ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാതെ വരുമ്പോൾ ഇത് ഹിസ്റ്റമിനായിട്ട് കൺവേർട്ട് ആവും. ഹിസ്റ്റമിൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, അലർജി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സാധനമാണ്. അപ്പൊ അത് ടോക്സിസിറ്റി ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് നമ്മുടെ BP ഡ്രോപ്പ് ആവും. അതുപോലെ തന്നെ നമുക്ക് ശ്വാസം വിടാനുള്ള ബുദ്ധിമുട്ട് വരും, ഹാർട്ടിന് കോംപ്ലിക്കേഷൻസ് വരും. ഇതൊരു റീസൺ ആണ്. ഈ ഡെത്ത് വരെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മേ ബി അതിന്റെ ഒരു കാരണം ഈ സ്കോംബ്രോയിഡ് പോയ്സണിങ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 2, നമ്മൾ ഈ പാരലൈറ്റിക് ഷെൽഫിഷ് പോയ്സണിങ് എന്ന് പറയും, PSP. അതായത് ഈ ഷെൽഫിഷ് നമ്മൾ അല്ലെങ്കിൽ മീനിന്റെ മുട്ടകൾ, റോ എന്ന് പറയും. ഇതൊക്കെ ഈ കടലിലുള്ള ചില വിഷം ഉള്ള കുറെ ആൽഗയുണ്ട്. അപ്പൊ ഇതിന്റെ കുറെ മെറൈൻ ബയോടോക്സിൻസ്, ഇതായത് ആൽഗ ഉണ്ടാക്കുന്ന കുറച്ച് ടോക്സിൻസ് ഉണ്ട്. അപ്പൊ ഈ മീനുകൾ അല്ലെങ്കിൽ ഷെൽഫിഷ് ഈ ടോക്സിൻ അത് ആഗിരണം ചെയ്യുകയും ഇത് നമുക്ക് കുക്കിംഗ് വഴി ഒരു കാരണവശാലും ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റത്തുമില്ല. അപ്പൊ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിലും അത് ഡെത്തിനൊരു റീസൺ ആണ് PSP, പാരലൈറ്റിക് ഷെൽഫിഷ് പോയ്സണിംഗ് എന്ന് പറയും. പിന്നെ അതിനെയാണ് നമ്മൾ സിഗറ്റേറിയ പോയ്സണിംഗ് എന്ന് പറയും, ഈ ടോക്സിക് ആൽഗെ വഴി ഉണ്ടാകുന്ന പോയ്സണിംഗ്. പിന്നീട് നമുക്ക് ഡെത്ത് ഉണ്ടാവാനുള്ള റീസൺസ് എന്ന് പറയുന്നത് സാൽമണല്ല, വിബ്രിയോ വൾനിഫിക്കൻസ്, ലിസ്റ്റീരിയ മോണോസൈറ്റിക്കൻസ്, ഈ 3 ഓർഗാനിസംസ് വഴി ഉണ്ടാകുന്ന പോയ്സണിംഗ് ആണ്. സാൽമണല്ല വഴി ഒരാൾക്ക് പോയ്സണിംഗ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ മെയിൻലി അവർ കാണിക്കുന്ന സിംറ്റംസ് ഡീഹൈഡ്രേഷൻ ആയിരിക്കും. മേ ബി അന്നത്തെ ദിവസം നമ്മളുടെ സ്റ്റോർ ചെയ്യാൻ ലേറ്റ് ആയിട്ടുണ്ടാവാം. ഈ സീ ഫുഡ് എന്ന് പറഞ്ഞ സാധനം നമ്മൾ കടലിൽ നിന്ന് പിടിച്ച് അതിന്റെ ക്ലീനിങ് ഒക്കെ പ്രോപ്പറായിട്ട് ചെയ്യണം. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരുടെ കൈ, യൂസ് ചെയ്യുന്ന നൈഫ്, അതുപോലെ ഇന്റേണൽ ഓർഗൻസ്, നമ്മൾ എപ്പോഴും സ്ക്വിഡ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഇന്റേണൽ ഓർഗൻസ്, അവയവങ്ങളുണ്ടല്ലോ, ഇത് റിമൂവ് ചെയ്ത് നല്ലതായിട്ട് ക്ലീൻ ചെയ്യണം. കാരണം അതിൽ നിന്നും ഇൻഫെക്ഷൻസ് ഉണ്ടാവും. ഈ ഫുഡ് സ്റ്റോറേജ് റൂം ടെമ്പറേച്ചറിൽ നമ്മൾ എത്രമാത്രം പ്രൊലോങ്ഡ് ആയിട്ട് കീപ്പ് ചെയ്യുന്നോ അത്രമാത്രം ആ സാധനം ഡേഞ്ചറസ് ആണ്. അതിനകത്ത് ഞാൻ പറഞ്ഞു വരുന്നത് 3 ബാക്ടീരിയസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ വിബ്രിയോ, സാൽമണല്ല, ലിസ്റ്റീരിയ മോണോസൈറ്റോജൻ. ഇത് 3ഉം ഡെത്ത് വരെ ഉണ്ടാകാവുന്ന കാരണങ്ങളാണ്. അതായത് ഫുഡ് പ്രൊലോങ്ഡ് ആയിട്ട് നമ്മൾ റൂം ടെമ്പറേച്ചറിലും അതുപോലെ അവിടുത്തെ ഹ്യൂമിഡിറ്റി അത് പ്രോപ്പറായിട്ട് ഉള്ള ഒരു റൂം അല്ല, അങ്ങനെയൊക്കെയുള്ള റീസൺ. എപ്പോഴും നമ്മൾ കറക്റ്റ് ആയിട്ട് റെഫ്രിജറേറ്റ് ചെയ്ത് ക്ലീൻ ചെയ്ത് പോകുന്ന സാധനങ്ങളിൽ നിന്ന് സാധാരണ ലെവലിൽ പോയി, പ്രത്യേകിച്ച് ഈ സ്ക്വിഡ്, അതുപോലെ നമ്മുടെ പ്രോൺസ്, ഇതിൽ നിന്നുള്ള പോയ്സണിങ് പെട്ടെന്ന് തന്നെ ആൾക്കാർക്ക് അറിയാൻ പറ്റും. മീൻമുട്ടയാണ് കഴിയുന്നതും ഇതിൽ സേഫ് ആയിട്ടുള്ള സാധനം. പക്ഷെ മീൻമുട്ടയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ കടലിലുള്ള ഈ വിഷാംഗങ്ങൾ, മെറൈൻ ബയോടോക്സിൻസ് ഒക്കെ ഇത് അബ്സോർബ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി മീൻമുട്ടയ്ക്ക് കൂടുതലായിട്ട് കാണുന്നുണ്ട്. അത് നമ്മൾ കുക്ക് ചെയ്യുമ്പോഴും പ്രോപ്പറായിട്ട് ഇത് പോകണമെന്നില്ല. കാരണം അതൊരു ടോക്സിൻ ആണ്, അതൊരു കെമിക്കല് അതിലുള്ള സാധനമാണ്, കടലിൽ നിന്ന് കിട്ടുന്ന സാധനം. അതിനുള്ള സാധ്യത വളരെ 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 കുറവാണ്. അത് റെയർ ആയിട്ടാണ് അങ്ങനത്തെ ഡെത്ത് സംഭവിക്കുന്നത്. കേട്ടല്ലോ, ഈ ഡോക്ടർ പറഞ്ഞതിൽ നിന്നും ഈ മീൻമുട്ടയാണെങ്കിലും ഷെൽഫിഷുകളാണെന്നുണ്ടെങ്കിലും ഇത് കഴിച്ചപ്പോഴാണ് ഇവർക്ക് ഈ പണി കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇതിൽ വിഷാംശം എങ്ങനെ വരും എന്നുള്ളത്, ഇതിലേക്ക് വിഷാംശം എങ്ങനെ അബ്സോർബ് ചെയ്യും എന്നുള്ള ചോദ്യത്തിലാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ 2 കപ്പൽ ദുരന്തം ഉണ്ടായതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള കുറച്ച് കാര്യങ്ങൾ വേണമെങ്കിൽ ഇവിടെ അതോറിറ്റീസിന് ചെക്ക് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നല്ലതാണ്. കാരണം അങ്ങനത്തെ വല്ല സീനുകളും നമ്മുടെ മറൈൻ ഡെപ്തിൽ കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് നോക്കുന്നത് നല്ലതല്ലേ. കാരണം ഇതൊന്നും അന്ന് തന്നെ എനിക്ക് തോന്നുന്നത് കുറേ ഇതിനെക്കുറിച്ച് അറിയാവുന്ന കുറച്ചുകൂടി കൂടുതൽ നോളേജുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ഇപ്പോഴൊന്നും വരാൻ പോകുന്നില്ല, അതൊക്കെ ഒരു വർഷം കഴിയുമ്പോഴാവും നമുക്ക് ഇതൊക്കെ വരാൻ പോകുന്നത്, നമ്മളെ മത്സ്യസമ്പത്തിനൊക്കെ ഇത് നന്നായിട്ട് ബാധിക്കും എന്നൊക്കെ അന്ന് പറഞ്ഞതായിട്ട് എൻ്റെ ഓർമ്മയിലുണ്ട്. എന്താണ് ഈ മാഡം പറഞ്ഞതിൽ നിന്ന് കുറച്ചധികം ക്ലാരിറ്റി കിട്ടി എന്നെനിക്ക് തോന്നുന്നു. ഇന്നും എനിക്ക് ന്യൂസിൽ ഞാൻ കണ്ടത് തിരുവനന്തപുരത്ത് തന്നെ വേറെ കുറേ സ്ഥലങ്ങളിൽ നിന്ന് മീൻ മേടിച്ചവരിൽ 1-2 ആൾക്കാർക്ക് ഇതേപോലെ ദേഹാസ്വാസ്ഥ്യം മൂലം അവർ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെയും മീനും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വിട്ടു എന്നുള്ള ഒരു കാര്യമൊക്കെ ന്യൂസൊക്കെ ആയിട്ട് കണ്ടു. പിന്നെ ഏഷ്യാനെറ്റിൽ ഇന്ന് ഇതേപോലെ ഷെൽഫിഷുകളും മീൻമുട്ടേനെ കുറിച്ചൊക്കെ ഉള്ള ഒരു കാര്യം, എന്തോ ആയുർവേദത്തിൽ ഇങ്ങനത്തെ സാധനങ്ങൾ മീനിൻ്റെ കടലിൻ്റെ അടിയിലുള്ള സാധനങ്ങൾ കഴിക്കരുത്, കുറച്ചും കൂടി സർഫസിൽ വന്ന് സൺലൈറ്റ് കൊള്ളുന്ന മീനുകൾ കഴിക്കുന്നതായിരിക്കും നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ആങ്കർ എന്നൊരു വീഡിയോ
ന്യൂസിനിടയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മളുടെ ബൂംബാങ് ഓടുന്ന കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മേ ബി എനിക്ക് തോന്നുന്നത് എന്നേക്കാൾ കൂടുതൽ നമ്മളിപ്പോൾ കുറേ ആൾക്കാർക്കുള്ളതിനേക്കാൾ കൂടുതൽ നോളജ് ഈ വിഷയത്തിൽ ബൂംബാങ്ങിനുണ്ടാവും. സോ ഐ റിക്വസ്റ്റ് ബൂംബാങ് ടു ഡു എ സെപ്പറേറ്റ് വീഡിയോ ഓൺ ദിസ് മാറ്റർ. ഇതെന്താണെന്ന് കൃത്യമായി പഠിച്ച് ഈ ഷിപ്പ് മറിഞ്ഞതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും വരാൻ ചാൻസസ് ഉണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് നോക്കിയിട്ട് ബൂംബാങ്ങിൻ്റെ ഭാഗത്തുനിന്ന് ഒരു കുറച്ചും കൂടി അങ്ങേരാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ക്ലാസ് എടുക്കുന്ന പോലെ എല്ലാം A to Z പറഞ്ഞ് വീഡിയോ ചെയ്ത് സെറ്റാക്കി തരും. വേറെ എവിടെയും പോയിട്ട് നമുക്ക് നോക്കിയിരിക്കേണ്ട. ഒരു സിനിമ കാണുന്ന പോലെ അവിടെ 45 മിനിറ്റ് 50 മിനിറ്റ് അവിടെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ സംഗതി മനസ്സിലാവും. അപ്പം അങ്ങേരോട് ഒരു റിക്വസ്റ്റാണ്. എന്തായാലും മൂപ്പര് സാധനം അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്, ഈ വിഷയം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരു ഡീറ്റെയിൽഡ് വീഡിയോ വരികയാണെന്നുണ്ടെങ്കിൽ അത് നന്നായിരിക്കും. അത് കുറച്ചും കൂടി നമുക്കൊരു അവയർനെസ് കിട്ടുമായിരിക്കും ഈ വിഷയങ്ങളിൽ. പിന്നെന്താ അറിയോ, ഇവിടെ സീനാണ്. കാരണം ഹോട്ടലുകളിലൊന്നും ഫുഡ് ആൻഡ് സേഫ്റ്റി മര്യാദയ്ക്കൊന്നും കയറി നോക്കുന്നൊന്നുമില്ല. ഒക്കെ തോന്നിയ പോലുള്ള നടത്താണ്. കഴിക്കുന്ന ഫുഡുകളുടെയൊക്കെ ക്വാളിറ്റി ഇപ്പോൾ ഭയങ്കരമായിട്ട് താന്നുന്നുണ്ട്. ഒരിടയ്ക്ക് ഭയങ്കര കൂടുതലായിരുന്നു. ഇവിടെ വേറൊരു ന്യൂസും കിട്ടാത്ത സമയത്ത് ന്യൂസ് ചാനൽസ് എല്ലാവരും കൂടി എടുത്തിട്ട് ഇവിടുത്തെ ഫുഡ് ആൻഡ് സേഫ്റ്റി എന്നൊക്കെ പറഞ്ഞ് ഹൈലൈറ്റ് ചെയ്യുമ്പോൾ ഇവിടെ കുറച്ച് കാലം മുമ്പൊക്കെ വലിയ മറ്റേ തെരച്ചിലും പിടിക്കലും ഒക്കെ ആയിരുന്നു. പിന്നെ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഷവർമ കഴിച്ച് മരിക്കണം, മീൻ കഴിച്ച് മരിക്കണം, അല്ലെങ്കിൽ മന്തി കഴിച്ച് മരിക്കണം. അങ്ങനത്തെ സാഹചര്യത്തിൽ ഇറങ്ങി തിരിച്ചു വരും. ഇപ്പം ഈ 2 ദിവസം ഓടും, മീനിൻ്റെ പിന്നാലെ ഓടും. 2 ദിവസം കഴിഞ്ഞാൽ നിർത്തിപ്പോകും. അങ്ങനെയല്ല, ഇതിനൊരു സിസ്റ്റം ഉള്ളത് സിസ്റ്റമായിട്ട് തന്നെ നടക്കണം. അതിന് മാൻ പവർ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ PSCയിലൊക്കെ റാങ്ക് ലിസ്റ്റൊക്കെ വിളിക്കാതെ നടക്കുന്നുണ്ടല്ലോ, അതൊക്കെ വിളിച്ച് ആളെ കയറ്റിയെടുക്കണം. മനസ്സിലായില്ലേ? ആൻഡ് ഇവിടെയുള്ള ഹോട്ടലുകളിലൊക്കെ തറവ് ചെക്ക് നടക്കണം. വൃത്തിയുണ്ടോ, എവിടൊക്കെയാണ് ഈ മീറ്റ് സൂക്ഷിക്കുന്നത്, അതിൻ്റെ ഗൈഡ് ലൈൻസ് അവർ പാലിക്കുന്നുണ്ടോ, എല്ലാം നോക്കി ആളുകൾക്ക് വളരെ സേഫായിട്ട് ഫുഡ്. നമ്മുടെ ഫുഡ് സ്റ്റാൻഡേർഡ്സ് ഭയങ്കര മോശമാണ്. ഇപ്പോൾ ദുബായി പോയി കഴിഞ്ഞാൽ വ്യത്യാസം അറിയാം. ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ദുബായി പോയി കഴിച്ചാൽ ഓൾമോസ്റ്റ് സെയിം സാധനങ്ങളാണ് നമ്മൾ കഴിക്കുന്നത്. ഇവിടെ കിട്ടുന്ന അതേ സാധനങ്ങൾ നമുക്ക് ദുബായി കിട്ടും. ഓക്കെ, അതേ ഡിഷുകൾ. പക്ഷെ അതിലുപയോഗിക്കുന്ന മസാലയും അതിലുപയോഗിക്കുന്ന മീറ്റും അതിൻ്റെ ക്വാളിറ്റി ഇവിടുന്ന് തന്നെ കയറിപ്പോണ സാധനങ്ങളാണ്. A++ സാധനങ്ങൾ അവിടെ കിട്ടും, Z++ സാധനങ്ങൾ ഇവിടെയും കിട്ടും. ഇവിടെ കുന്നംകുളം, അവിടെ ഒറിജിനൽ. അപ്പം അങ്ങനെ ഫുഡ് ക്വാളിറ്റി നമുക്ക് മനസ്സിലാണെങ്കിൽ ഒന്ന് ദുബായി പോയിട്ട് ഇവിടുന്ന് ഒരു മീൻകറിയും പൊറാട്ടയും കഴിക്കുക നല്ല ഏതെങ്കിലും ഒരു ഹോട്ടലിൽ നിന്ന്. ഇതേ സാധനം ദുബായി പോയിട്ട് കരാമേന്ന് ഏതെങ്കിലും ഹോട്ടലിൽ കയറി ഒരു മീനും പൊറാട്ടയും കഴിക്കുക, മീൻകറി. നമ്മൾ അതേ സ്പൈസസ് ഉപയോഗിച്ച് അതേ മസാല ഉപയോഗിച്ച് ഇവിടുന്ന് കൊണ്ടുപോകുന്ന സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാവും അവിടെ സാധനം ഉണ്ടാക്കുന്നത്. എണ്ണറക്കൊട്ടും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാവും. ഇവിടെ ഇല്ല. നമ്മൾ കൊടുക്കുന്ന കാശിനുള്ള ക്വാളിറ്റിയുള്ള സാധനങ്ങളൊന്നും അല്ല നമുക്ക് കിട്ടുന്നത്. ഉള്ള കളറും കുത്തിക്കയറ്റി അന്നം ഭിന്നം സാധനങ്ങൾ നമുക്ക് അടിച്ച് തരികയാണ്. ആണ് നടക്കുന്നത്. എന്താ പറയുക, പ്രോപ്പറായി ചെക്കിങ് ഇല്ല. 10 കാശ് എവിടെയെങ്കിലും ജിമ്മിന് കളയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതും വാങ്ങി ഉണ്ടായിരിക്കുന്ന കുറേ ഉദ്യോഗസ്ഥരുള്ളതുകൊണ്ട് കുറേ ഹോട്ടലുകാർക്കൊക്കെ അങ്ങനെ നടന്നിട്ട് പോവാം. ഞാൻ എഗെയിൻ പറയുന്നു, ഈ കപ്പൽ ദുരന്തമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇതിലെന്തെങ്കിലും സീനുകളുണ്ടോ എന്നുള്ളതൊന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ്.